ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 24. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസ്സൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. ശ്ലോകം 25. ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാം ആത്മസംസ്ഥം മനഃകൃത്വാം ന കിഞ്ചിദപി ചിന്തയേത്. സങ്കല്പത്തിൽ നിന്നും ഉണ്ടാകുന്നവയായ എല്ലാ കാമങ്ങളെയും മുഴുവനായും ത്യജിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയ സമൂഹത്തെ മുഴുവനും നിയമിച്ചിട്ട് ധൃതിയോടൊത്ത ബുദ്ധിയാൽ പതുക്കെ പതുക്കെ ഉപരമിച്ചാലും മനസ്സിനെ ആത്മസംസ്ഥമാക്കിയിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ ഇരിക്കൂ. ഇവിടെ സങ്കല്പത്തിൽ നിന്നുണ്ടാവുന്ന സകല കാമങ്ങളെയും സന്ത്യജിച്ചിട്ട് മനസ്സുകൊണ്ട് സർവ ഇന്ദ്രിയങ്ങളെയും നല്ലതുപോലെ നിയമിച്ചിട്ട് ധൃതിയുള്ള ബുദ്ധിയാൽ പതുക്കെ പതുക്കെ ഉപരമിച്ച് മനസ്സിനെ ആത്മസംസ്ഥമാക്കൂ എന്നാണ് ഉപദേശം. ആദ്യമായിട്ട് കാമങ്ങളെ ത്യജിക്കാനാണ് ഉപദേശിക്കുന്നത്. എന്താണ് കാമം എന്ന് പറഞ്ഞാൽ? കാമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രാപ്തമല്ലാത്ത സുഖഹേതുവാകും എന്നുള്ള സങ്കല്പത്തോടെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നത് യാതൊന്നോ അതിനെയാണ് കാമം എന്ന് പറയുന്നത്. ഇപ്പം പ്രാപ്തമല്ല, ഇപ്പം ലഭിച്ചിട്ടില്ല, എന്നാൽ അത് ലഭിച്ചാൽ എനിക്ക് സുഖമാകുമല്ലോ എന്നുള്ള ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ട് അതിനായിട്ടുള്ള ആഗ്രഹം, അതാണ് കാമം. അപ്പം കാമത്തിന് കാരണമാകുന്ന വിഷയം എന്തോ ആയിക്കോട്ടെ, അത് കാമിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിനെ സംബന്ധിച്ച് ഇത് കൊള്ളാമല്ലോ, ഇത് കിട്ടിയാൽ എനിക്ക് സുഖമാവുമല്ലോ എന്നുള്ള സങ്കല്പം ഉണ്ടാവും. അങ്ങനെയാണ് കാമൻ ഉണ്ടാവുന്നത്. മഹാഭാരതം ശാന്തിപർവത്തിൽ ഇതിനെക്കുറിച്ച് പറയും. കാമജാനാമി തേ മൂലം സങ്കല്പത്വം ഹി ജായസേ. അല്ലയോ കാമ, നിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിശ്ചയമായും സങ്കല്പത്തിൽ നിന്നാണ് നീ ഉണ്ടാകുന്നതെന്ന് അറിയുന്ന ഞാൻ അതിനെ സങ്കല്പിക്കാൻ പോകുന്നില്ല. അപ്പൊ സർവകാമങ്ങളും ഉണ്ടാവുന്നത് സങ്കല്പത്തിൽ നിന്നാണ്. ആ സങ്കല്പങ്ങൾ വീണ്ടും വീണ്ടും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും തൃപ്തി വരികയുമില്ല. അങ്ങനെ ബന്ധഹേതുക്കളാണ് സർവകാമങ്ങളും. അപ്പൊ സങ്കല്പം കൊണ്ടുണ്ടായതിനെ എങ്ങനെയാ ഇല്ലാതാക്കാൻ പറ്റുക? അത് വിചാരം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റൂ. നാം സങ്കല്പിച്ചുണ്ടാക്കിയതാണ്, അതുകൊണ്ട് നാം തന്നെ പരിശ്രമിച്ച് തിരിച്ചാക്കേണ്ടതുണ്ട്. അല്ലാതെ വേറെ ആരും പരിശ്രമിച്ചിട്ട് കാര്യമില്ല. ഇതെനിക്കായ തിരക്കിടില്ല, ഇതിനെ പ്രാപിച്ച സുഖം ഉണ്ടാവും, ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമ്മൾ കുറേ കാലമായിട്ട് ഊട്ടി വളർത്തിയതാണ്. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ കാമം അങ്കുരമെടുത്തത്. അപ്പം അത് ഏതേത് വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാമമാണോ നമ്മളിൽ വളർന്നത് അവയെ സംബന്ധിച്ച് ശരിക്കും വിചാരം ചെയ്യുക, ബുദ്ധിപൂർവം വിചാരം ചെയ്യുക. അല്ലാതെ വൈകാരികമായി അതിനെ വിചാരം ചെയ്തിട്ട് കാര്യമില്ല. ഇത് മാത്രമാണ് കാമജയത്തിനുള്ള ഉപായം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീ പുരുഷാദി വിഷയങ്ങളാണ് നമ്മുടെ കാമ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ഭേദകൽപ്പനയോടുകൂടി ശരീരത്തിൽ ആരോപിച്ച സുഖത്വ സങ്കല്പം, അവളെ കിട്ടിയ കുഴപ്പമില്ലായിരുന്നു, അവനെ കിട്ടിയ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള സങ്കല്പം, ആ സങ്കല്പം ആണ് ആ വിഷയത്തിലുള്ള കാമം ആയിത്തീരുന്നത്. അപ്പോൾ മജ്ജാസ്തി മാംസം മലമൂത്ര പാത്രമാണ് ഈ ദേഹം. അതായാലും ഇതായാലും എല്ലാം
അത്യന്തദുഷ്ടമാണ് എന്ന് ബുദ്ധിപൂർവം വിചാരം ചെയ്യണം. അല്ലാതെ വൈകാരികമായി പ്രാപിച്ചിട്ട് കാര്യമില്ല. ബുദ്ധിപൂർവം വിചാരം ചെയ്തിട്ട് അതിനൊപ്പം തന്നെ പുറമേയുള്ള വസ്തുക്കളിൽ നിന്നല്ല തനിക്ക് സുഖമുണ്ടാകുന്നത് ആണെങ്കിൽ ആ വസ്തു എപ്പോഴും അത് സുഖവസ്തു ആകേണ്ടതായിരുന്നു എന്നുള്ള വിചാരത്തിലൂടെയും അങ്ങനെ വിഷയങ്ങളിലുള്ള ആകർഷണം ഇല്ലാതാക്കാം. വിവേകത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ. ഏത് വിഷയങ്ങളാണോ നമ്മെ ആകർഷിച്ച് ഭ്രമിപ്പിക്കുന്നത് അവയുടെ യഥാർത്ഥ ഭാവത്തെ വിചാരം ചെയ്യാം. അങ്ങനെയാവുമ്പോൾ ആ വികാരത്താലുള്ള ബന്ധനം ഇല്ലാതാവും. പിന്നെ അവിടെ എല്ലാറ്റിനോടും സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കാമമല്ല ഉണ്ടാവുക. അപ്പം കാമങ്ങൾ ത്യജിക്കപ്പെടുക എന്നതിന് വ്യക്തമായി 2 തലങ്ങളാണുള്ളത്. ഒന്ന് വിഷയങ്ങളെ വിവേകത്താൽ ജയിക്കുന്ന സ്ഥിതി. അപ്പോഴും ഉള്ളിൽ അതിനുള്ള വാസനകൾ ശേഷിക്കും. അത് സാരാക്കേണ്ടതൊന്നുമില്ല. എന്നാലും വാസനകൾ നീങ്ങിയിട്ടേ വിഷയത്തെ ജയിക്കാൻ പരിശ്രമിക്കാവൂ എന്നുള്ള വിചാരം മാറ്റണം. എന്നിട്ട് എന്ത് വേണം? വിവേകം കൊണ്ട്, വിവേക വിചാരത്താൽ വിഷയവാസനകൾ കാര്യത്തെ ചെയ്യാൻ പ്രാപ്തമാവാതാക്കണമെങ്കിൽ നിരന്തരമായ ആത്മവിചാരവും ധ്യാന സ്ഥിതിയും ജപധ്യാനങ്ങളും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോൾ എപ്പോഴും വിവേകത്തെ കൂട്ടുപിടിക്കുമ്പോൾ, ബുദ്ധിയെ കൂട്ടുപിടിക്കുമ്പോൾ ആ വിഷയവാസനകൾ നമ്മെ ദോഷമായി ബാധിക്കില്ല, ബന്ധനസ്ഥിതിയിലേക്ക് കൊണ്ടുപോകില്ല. അങ്ങനെ വാസനകൾ ക്രമികമായി തീർത്തും നീങ്ങിപ്പോകും എന്നാണ് അറിവുള്ളവർ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഇത് സാധകൻ പരിശ്രമിച്ച് നേടേണ്ടതാണ്. എന്നാൽ വിജ്ഞാനികൾ, ആത്മജ്ഞാനികൾ അവരത് നേടിയവരാണ്. ആത്മജ്ഞാനിയുടെ ആ സ്ഥിതി എന്തിനിവിടെ ഉപദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നേടാൻ സാധിക്കും എന്നുള്ളത് നമ്മളെ ബോധിപ്പിക്കാനാണ്. പലരും പറയില്ലേ അതൊന്നും സാധ്യമല്ല, ഒന്നും എളുപ്പമല്ല എന്ന്. പക്ഷെ എളുപ്പമല്ല, പക്ഷെ അത് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വിജ്ഞാനികളുടെ സ്ഥിതിയെ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ വിചാരം കൊണ്ടല്ലാതെ കാമനകളെ ത്യജിക്കാൻ സാധിക്കില്ല. വിചാരത്താലാണ് നാം അവയെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് വിചാരം കൊണ്ട് മാത്രമേ അവയെ നീക്കാനും സാധ്യമാവുള്ളൂ. എന്ത് സാധനകൾ ചെയ്താലും വിചാരേണ അന്യസാധനൈഹി, വിചാരം കൂടാതെ വിവേകപൂർവമുള്ള വിചാരത്തിലൂടെ അല്ലാതെ ഒരു കാമത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ആ വസ്തു ഏതിലേക്കാണ് നമ്മൾ ആഗ്രഹിച്ച് പരക്കം പായുന്നത്, അതിൻ്റെ ശരിയായ സ്ഥിതി അത്യന്ത ദുഷ്ടമായിരിക്കുന്ന, അത്യന്തം അശുചിയായിരിക്കുന്നതിൽ ശുചിത്വ ബുദ്ധിയും ആരോപിച്ചതല്ലേ എന്ന് ബുദ്ധി കൊണ്ട് വിവേകപൂർവ്വം വിചാരം ചെയ്താൽ അവയെ വേരോടെ പിഴുതെറിയാൻ സാധിക്കും. അത് അല്പമെങ്കിലും വിചാരം അതായത് തിരിച്ച് ശേഷിച്ചാൽ, അത് കൊള്ളാലോ എന്ന് ശേഷിച്ചാൽ അവ പിന്നീട് വളർന്നു വലുതാവും. അതുകൊണ്ട് ഉറപ്പിക്കാൻ കഴിയണം അതിൻ്റെ യഥാർത്ഥമായ ശരിയായ സ്ഥിതി അത്യന്ത ദുഷ്ടമാണ്, അതൊരിക്കലും തനിക്ക് സംതൃപ്തിയെ നൽകില്ല, അത് സുഖവസ്തുവല്ല, അത് കേവലം ഒരു തോന്നൽ മാത്രമാണ് എന്നുള്ള നിരന്തരമായ വിചാരത്താൽ കാമങ്ങളെ അശേഷം നീക്കാനാവും. ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയ വൃത്തികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ വിഷയത്തിലേക്കുള്ള പ്രവാഹം സ്വാഭാവികമാണ്. സ്വാഭാവികമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിയിരിക്കാൻ സാധ്യമല്ല, അതിനെ വിവേകപൂർവം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അങ്ങനെ വിവേകപ്രജ്ഞയാൽ കാര്യമേത് അകാര്യമേത് എന്ന വിചാരത്താൽ വേണം അതിനെ നിയന്ത്രിക്കാൻ. അല്ലാതെ വൈകാരികമായി സമീപിച്ചിട്ട് കാര്യമില്ല. വികാരത്തോടു കൂടി അങ്ങനെ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. മറിച്ച് എന്ത് വേണം?
വിവേകം എപ്പോഴും വേണം, ബുദ്ധിപൂർവം വേണമല്ല. അങ്ങനെ ക്രമികമായി അതിന് പറയുക ശനൈരുപരമേത്, മെല്ലെ മെല്ലെ വേണം ചെയ്യാൻ. അല്ലാതെ എളുപ്പത്തിലൊന്നും നേടാൻ പറ്റുന്നതല്ല. ഒരു സാധനങ്ങളും എളുപ്പത്തിലും കുറുക്കുവഴിയും അതിനില്ല. ശരിയായ വിധാനത്തിലൂടെ ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ വിവേകബുദ്ധി ഉറയ്ക്കൂ. കുറച്ചു നേരം നമ്മൾ ധ്യാനം ശീലിക്കുമ്പോൾ വെറുതെ ഒന്നും ചിന്തിക്കാതെ ഇരിക്കണം എന്ന് പറയണം. ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി നിത്യവും നമ്മൾ അഭ്യസിച്ചെടുക്കുമ്പോൾ ഏതൊരു വിഷയത്തിലേക്ക് നമ്മളുടെ മനസ്സ് പോകുന്നുവോ അത് പെട്ടെന്ന് അങ്ങോട്ട് ചാടിപ്പോവാതെ അതിന് ഒരു സാവധാനം കിട്ടും, ഒരു ആലോചനയ്ക്കുള്ള സമയം കിട്ടും. മറ്റത് പെട്ടെന്നുള്ള പോക്കായിരിക്കും, അത് പെട്ടെന്നുള്ള ദുഃഖത്തിനും കാരണമാവും, എല്ലാം പെട്ടെന്ന് കഴിയും. മറിച്ച് അവിടെ ആലോചിക്കാനുള്ള, ഏത് കാര്യത്തിന് പ്രവർത്തിക്കുമ്പോഴും അതിന് വിവേകം ചെയ്യാനുള്ള, വിചാരം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ധ്യാന യോഗത്തിലൂടെ നേടാൻ സാധിക്കും. ഒരിക്കലും ഈ വിഷയങ്ങളിൽ നിന്നുള്ള ഉപരതി പെട്ടെന്ന് ബലപൂർവകം നേടാൻ പ്രയത്നിക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ ശനൈ ശനൈ പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാലം കൊണ്ട് നേടേണ്ടതാണ്. അങ്ങനെ ഇനി വിഷയങ്ങളിലൊന്നും അല്ല സുഖവും ആനന്ദവും ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എവിടെയാണുള്ളത്? അത് ശാസ്ത്രബോധം, ശാസ്ത്രജ്ഞാനത്തിൽ നിന്ന്, ആധ്യാത്മിക ആചാര്യന്മാരിൽ നിന്ന്, സത്സംഗങ്ങളിലൂടെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്, ശ്രവണം ചെയ്യണം. പാത്രം നന്നാക്കിയിട്ട് കാര്യമില്ല. പാത്രത്തിൽ വറ്റെന്തെങ്കിലുമൊക്കെ വന്ന് വീഴുന്നതിന് മുമ്പ് അതിലേക്ക് നല്ലത് കൊടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ആത്മസംസ്ഥിതി വേണം. ആത്മാവിൽ സ്ഥിതി ചെയ്യാനുള്ള, ആത്മാവിലാണ് സുഖമിരിക്കുന്നത്. നശ്വരങ്ങളായ വസ്തുക്കളിലുള്ള സുഖം നശ്വരങ്ങൾ തന്നെയാണ്. ശാശ്വതമായ ശാന്തി, ശാശ്വതമായ സമാധാനം ആത്മാവിലാണ് ഇരിക്കുന്നത്, തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പതഞ്ജലി മഹർഷി പറയുന്നത്, തഥാ ദ്രഷ്ടുസ്വരൂപേ അവസ്ഥാനം. ഭഗവാൻ പതഞ്ജലി മഹർഷി പറയുന്നതാണത്. സർവദ്വന്ദ്ങ്ങൾക്കും ഉപരിയുള്ള തൻ്റെ സ്വരൂപത്തെ, താൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ എപ്പോഴാണോ താൻ ഉറച്ചു നിലകൊള്ളുന്നത്, ഈ ഒരു സ്ഥിതിയെ നേടാൻ പരിശ്രമിക്കണം. ഇത് കൈവരിക്കുന്നതിലൂടെ മറ്റു വിഷയങ്ങളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ താനെ ഇല്ലാതായിക്കോളും. അപ്പം ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ്. കാമനാ വിഷയങ്ങളുടെ നിസ്സാരതയെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഓടാതെ അതിനെ സങ്കല്പിക്കാതിരിക്കണം. അതിൻ്റെ മിഥ്യാത്വത്തെ ബോധിക്കണം. അശുചിയിൽ ശുചിത്വ ബുദ്ധിയാണ് അതിലേക്ക് പ്രേരിപ്പിച്ചത്. ഈ വിചാരത്തിലൂടെ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും വേണം. പോരാ, അവസാനം നല്ലൊരു ഉപദേശമാണ് തരുന്നത്, മറ്റൊന്നും ചിന്തിക്കാൻ പോകരുത്. ദിവസം കുറച്ചു നേരം ഒന്നും ചിന്തിക്കാതെ കുറച്ചു നേരം ഇരിക്കാൻ ശ്രമിക്കൂ. അത് തന്നെയാണ് ധ്യാനം. ഒന്നും ചിന്തിക്കാതെ, അത് നിരന്തരമായ അഭ്യാസത്തിലൂടെ സാധിക്കും. ആ ഒന്നും ചിന്തിക്കാതെ ഇരിക്കാനുള്ള ആ മനസ്ഥിതി ഉണ്ടല്ലോ, ന കിഞ്ചിതപി ചിന്തയെ എന്നാണ്, ഒന്നും തന്നെ ചിന്തിക്കാതിരുന്നാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്ഥിതിയെ അഭ്യാസം കൊണ്ട് നേടിയെടുക്കണം. അത് നമ്മുടെ ശാശ്വതമായ ശാന്തിക്ക്, സമാധാനത്തിന്, നിത്യജീവിതത്തിൽ പോലും കാരണമാകും എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ സർവകാമങ്ങളെയും ഒട്ടും ബാക്കി വയ്ക്കാതെ ഉപേക്ഷിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട്, ഇവിടെ ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സ് നല്ലപോലെ ശാന്തമായാൽ മാത്രമേ ധ്യാനത്തിൽ നമുക്ക് നിഷ്ഠ ലഭിക്കുകയുള്ളൂ. അതിന് ആഗ്രഹത്തിൻ്റെ കണിക പോലും നമ്മുടെ മനസ്സിൽ അവശേഷിക്കാൻ പാടില്ല.
എന്തിന് എനിക്ക് ധ്യാനം ഉറക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത പോലും ബാക്കി വയ്ക്കരുതെന്നാണ് പറഞ്ഞത്. അശേഷത എന്ന വാക്ക് അതാണ് സൂചിപ്പിക്കുന്നത്. ഒന്നും ചിന്തിക്കണം. ഇപ്പോൾ ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നേടണമെങ്കിൽ ഈ ധ്യാന പരിശീലനം ആവശ്യമാണ്. അങ്ങനെ വിജയം നേടണമെന്നുള്ള ഇച്ഛയും ഉത്സാഹവും ഒക്കെ വേണം. അതില്ലാത്ത ജീവിതം ജീവച്ഛവങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം സങ്കല്പങ്ങളിൽ നിന്ന് ജനിക്കുന്ന കാമങ്ങളെ വെടിയാനാണ് ഇവിടെ ഉപദേശിക്കുന്നത്. മനോവീര്യം ക്ഷയിപ്പിക്കുന്ന വിക്ഷേപഹേതുക്കളായ കാമനകൾ വെടിയുക. ഇപ്പോഴും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീര്യത്തെ ക്ഷയിപ്പിക്കുന്ന ആ കാമനകളെ വെടിയൂ. അപ്പൊ കാമനാത്യാഗം വഴി വേണ്ട ശക്തി ആർജിച്ച മനസ്സ് അതിനെ ഇണക്കാനും നിയന്ത്രിക്കാനും നമ്മൾ സമർത്ഥരായിത്തീരുന്നു. നമ്മൾ ദുർബലമാക്കുന്നത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന വിക്ഷേപങ്ങളാണ്. അപ്പോൾ വിക്ഷേപങ്ങൾ അടങ്ങിയ മനസ്സ് ശക്തമാവും. അപ്പോൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്കുള്ള ഓട്ടം നിർത്തുന്നതോടെ മനസ്സ് ശാന്തമാവും. ഇനി ആ മനസ്സിനെ വിവേക വിചാരത്താൽ സുദൃഢമായ ബുദ്ധി കൊണ്ട് മെല്ലെ മെല്ലെ ആത്മസ്വരൂപത്തിൽ ഉറപ്പിക്കണം. ഇതിന് ബദ്ധപ്പാടോ ബലപ്രയോഗമോ ഒന്നും പാടില്ല എന്ന് പറയുക. ആ പ്രശാന്തിയെ, ആ ശാന്തസ്ഥിതിയെ, ആ ആനന്ദഭാവത്തെ ഒരിക്കലും വിട്ടുപോവാത്ത പരമമായ ശാന്തിയെ അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതിനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പരമാത്മാവിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ആ ദിവ്യ ദർശനത്തിന് ഇനി താമസമില്ല. ഭഗവാന്റെ അനുഗ്രഹത്തിന് പിന്നെ താമസമില്ല. അപ്പം ധ്യാനയോഗിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.